പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന്,
എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് അമ്മ ആദ്യം പറഞ്ഞതേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. അപ്പം ചിലരെങ്കിലും വിചാരിക്കും, അങ്ങനെ എന്നുവെച്ചാൽ നമ്മുടെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയെന്ന്. ഈ മലയാളിക്കൊരു കുഴപ്പമുള്ളതെന്നറിയാമോ? മലയാളി ബേസിക്കായിട്ട് മെറ്റീരിയലിസ്റ്റുകളാണ്, ആത്മീയവാദികളല്ല ശരിക്കും. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഗോവധങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മളവർക്ക് പിന്നെ ഭക്ഷണത്തിൻ്റെ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഭക്ഷണം ഒരു പ്രശ്നമാണ്. ഇന്ത്യൻ ഫുഡെന്ന് പറയണത് വെജിറ്റേറിയൻ ആണല്ലോ നമ്മുടെ രാജ്യം. അത് എത്രയോ കാലമായിട്ട്. നേരത്തെയൊക്കെ എക്സെപ്ഷൻസൊക്കെ ഉണ്ട്. എക്സെപ്ഷൻസ് ഇങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രാജ്യം സാംസ്കാരികമായിട്ട് വെജിറ്റേറിയൻ ആണ് ശരിക്കും, സാമൂഹ്യമായിട്ടും. അതിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഫുഡ് ഹാബിറ്റ്സ് എല്ലാം അങ്ങനെയാണ് ബേസിക്. പിന്നെ വന്നവരല്ലേ ഇവിടെ നോൺ വെജിറ്റേറിയൻ പ്രചരിപ്പിച്ചത്, കറക്റ്റാണല്ലോ. അതിൻ്റെ അകത്ത് അങ്ങനെ ആരും എന്തൊരു അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് എങ്കിലും ഇന്ത്യയിൽ പൊതുവെ എങ്ങനെയാണെങ്കിൽ മലയാളികളുടെ മനസ്സ് ആത്മീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര ആത്മീയമായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പഴഞ്ചൊല്ലുകളാണല്ലോ നമുക്ക് മലയാളിക്ക് ബൈബിളൊന്നുമില്ല. ബൈബിളൊക്കെ ഇടക്കാലം കൊണ്ടൊക്കെ കിട്ടിയതാണല്ലോ. ഈ മനുഷ്യന്മാരുടെ ബൈബിളെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ മിന്നുന്നതെല്ലാം പൊന്നല്ല, അതൊക്കെയായിരുന്നു ഇവിടുത്തെ ബൈബിള്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജീവിതാനുഭവങ്ങളുണ്ട്. പിന്നെ എന്താണ്, അഹങ്കാരവും ദുരഭിമാനവും ഒക്കെ മലയാളിയുടെ മനസ്സിൻ്റെ ബേസിക്കായിട്ട് കിടക്കുന്നുണ്ട്. അതാണ് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. സാധനം പോയി എന്നാലും ചമഞ്ഞ് കിടക്കണം. ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നുള്ള ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നാണ്. അതിൻ്റെ അകത്തൊരു മെറ്റീരിയലിസം ഉണ്ട്, ഭൗതികവാദമുണ്ട്. ചത്തുപോയ സംഭവമാണെങ്കിൽ ശരി, അത് ചെയ്യാൻ പറ്റിയിരിക്കണമെങ്കിൽ ശരി, വളരെ അലങ്കരിച്ച് വെക്കണമെന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഭൗതികവാദം എന്ന് പറയുന്നത്. ഇതുപോലെ മലയാളിയുടെ ഭൗതികവാദം നമുക്ക് നിരീക്ഷിക്കാവുന്ന സംഭവമാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയാം. താൻ പാതി ദൈവം പാതി. പക്ഷെ ബൈബിൾ അതിനോടൊന്നും യോജിക്കത്തില്ല. ബൈബിൾ എന്താ പറയണത്? നിങ്ങൾക്ക് പാതി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ പാർട്ട്നേഴ്സാണ്. നിങ്ങൾ പകുതി വെക്കാൻ നിങ്ങളുടെ പകുതി ഷെയർ വെക്കണം. പക്ഷേ ഷെയർ ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അവൻ ചത്ത് കളയണ. അതല്ലേ പ്രശ്നം. ഇപ്പം ദൈവം നമ്മൾ തമ്മിലൊരു ജീവിതമാണ്. അങ്ങനെ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ചില സമയത്ത് ഈ മനുഷ്യനോട് ആണെങ്കിലും നമ്മൾ ഒരു ഉടമ്പടി ചെയ്താൽ നമുക്ക് നിങ്ങൾ ഷെയർ വെക്കാൻ പറ്റത്തില്ല. ഇല്ല, അവിടെ ഇല്ല. അപ്പോൾ ഇല്ലാത്തൊരു കാലം മനുഷ്യരാശിക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഒന്നും ഇല്ലാത്തവർ എന്ത് ചെയ്യും? താൻ പാതി ദൈവം പാതി എന്ന് വെച്ചാൽ താൻ പാതി എന്ന് പറഞ്ഞാൽ നമുക്ക് പാതി ഉണ്ടേ. നമുക്ക് പാതി ഇല്ലാത്ത മെരിറ്റ് എന്നാണ് ബൈബിൾ പറയേണ്ടത്. മെരിറ്റ്, നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെ എന്താണ്? നമ്മൾക്ക് ഒരു കഴിവില്ലാത്ത കുറേ വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാവും. നമുക്ക് കഴിവില്ലാത്ത കുറേ വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പോയായിരുന്നു, ഇവിടെ ഈ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിൽ പോയായിരുന്നു, തട്ടേക്കാട്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഈ തട്ടേക്കാട് കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ള 1-2 പേര് എന്നോട് പറഞ്ഞ്, ഇവിടെ ഒരച്ഛൻ മരിച്ച സ്ഥലമാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ച്, എങ്ങനെ മരിച്ച്? അത് അച്ഛൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പുഴ കാണിക്കാൻ വന്നപ്പോൾ കുട്ടികൾ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് കുളിക്കണ സമയത്ത് 2 പേര് ഒഴുക്കിൽപ്പെട്ട് ഒരാൾ അച്ഛനും നീന്തി ചെന്ന് രക്ഷപ്പെടുത്തി. അടുത്ത ആളെ രക്ഷപ്പെടുത്താൻ പോയപ്പോൾ അച്ഛനും അവിടെ കൂടെ പോയി, മരിച്ചുപോയി. അപ്പം ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിവുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിവുണ്ടാകത്തില്ല. ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥ അതാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനിപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പം ഈ ആൾക്കാർ പറയുന്നത് താൻ പാതി ദൈവം പാതി എന്ന്. ഇപ്പം നമുക്ക് പാതി വെക്കാൻ ഉണ്ടാകത്തില്ല ചില സമയത്ത്.
അപ്പോൾ പാതി വെക്കാനില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് ദൈവം വേറെ ഉടമ്പടി തന്നത്. എന്താണ് അതിൻ്റെ അവിടെ ഉള്ളൊരു ഗുണം? എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, 100%, 50% നിൻ്റെ കഴിവെന്ന് പറയുന്നില്ല. മലയാളി എങ്ങനെ പറയണത്? താൻ പാതി ദൈവം പാതി. പക്ഷേ നമുക്ക് പാതി വെക്കാൻ ഉണ്ടാകത്തില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും? ദൈവം തന്നെ മൊത്തം എടുക്കും. അതാണ് ഉടമ്പടി ഒരു വിജയം എന്ന് പറയുന്നത്. ദൈവം തന്നെ മൊത്തം എടുക്കും. അപ്പോൾ അത് Efesians 2:8 ആദ്യം നമുക്ക് കർത്താവ് വെളിപാട് തന്നെങ്കിലും സുവിശേഷത്തിൻ്റെ ഒരു പൊതുധാര അങ്ങനെയാണ്. എൻ്റെ ദൈവത്തിലെ ഞാൻ ഉടമ്പടിക്ക് നീയുമായിട്ട് ദാഹിക്കുകയാണ്. നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഉടമ്പടി ചെയ്യാം എന്നാണ് ദൈവം പറയണത്. നിൻ്റെ കയ്യിൽ പകുതി വെക്കാനൊന്നും ഇല്ലെങ്കിലും, ആരോഗ്യമില്ല, സമ്പത്തില്ല, സൗന്ദര്യമില്ല, അവസരമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അലീന എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അവൾ ജർമ്മനി പഠിക്കാൻ പോയതാണ്, മാസ്റ്റേഴ്സ് എടുക്കാൻ പോയതാണ്. മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ജോലി വേണ്ടേ? അപ്പോൾ അത് പുതുക്കണം. പക്ഷേ വിസ പുതുക്കി കിട്ടണില്ല. വിസ പുതുക്കി കിട്ടണമെങ്കിൽ 2-3 കാര്യങ്ങൾ വേണം. ഒന്ന്, 13 ലക്ഷം രൂപ FDയിലുണ്ടാകണം. രണ്ടാമത്തത് സാലറി സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ 3 രേഖകളുണ്ടെങ്കിൽ വിസ പുതുക്കത്തുള്ളൂ. ഒന്ന് 13 ലക്ഷം രൂപ. അത് 13 ലക്ഷം പിന്നെ ആൾ പറയണത് എൻ്റെ വണ്ടിക്കാശ് പോലും ഇല്ലെന്നാണ് പറയണത്. പിന്നെ എന്താ വേണ്ടത്? സാലറി സർട്ടിഫിക്കറ്റ്. അതും ഇല്ല. സാലറി ഇല്ല, ജോലിയില്ല, സാലറി ഇല്ല. പിന്നെ എന്താ വേണ്ടത്? പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അതും ഇല്ല. ഈ പഠിക്കല്ലേ? അപ്പോൾ ഇത് 3 ഇല്ലാതെ പിന്നെ എങ്ങനെ വിസ പുതുക്കണത്? എന്നിട്ടും പരിശുദ്ധാത്മാവ് ഇവരോട് പറയുമേ, നീ ആപ്ലിക്കേഷൻ വെക്ക്. അപ്പോൾ അവൾ മാതാവിനോട് പറയുവേ, അമ്മേ എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ, സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ 13 ലക്ഷത്തിന് 13 രൂപ വരെ എൻ്റെ ഇല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. എനിക്ക് ആകപ്പാടെ ഉള്ളത് അമ്മയുമായിട്ടുള്ള ഉടമ്പടി മാത്രമാണ്. നിങ്ങൾക്കറിയണം ആ സാക്ഷ്യം കേട്ടോ, 2 കൊല്ലത്തേക്ക് ഇതെല്ലാം ഉള്ള ആൾക്കാർക്ക് 6 മാസമേ ഉടമ്പടി പുതുക്കുള്ളൂ. ദൈവം അതിൻ്റെ കക്ഷിയായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 കൊല്ലത്തേക്ക് പുതുക്കി കിട്ടിയിരിക്കണേ. അത് ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ ബൈബിളിലെ ഈ നോട്ട് ബൈ മെറിറ്റ് ആശയത്തിൽ കർത്താവ് വെളിപാട് വേറെ വല്ലതും പറയുന്നുണ്ടെന്ന് നോക്കി. അതേ ആശയത്തിലെ തീത്തുസ് ലേഖനത്തിലെ 3-ാം അധ്യായം 4-5 വാക്യം, എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, നമ്മുടെ മെരിറ്റ് കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലത്രേ. ദൈവം നിർവഹിച്ചതാണെന്ന് അർത്ഥം. അതുപോലെ ഒരു വചനമാണ് റോമ 11:6. അത് കൃപയാലാണെങ്കിൽ പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല. കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല. കൃപയാലല്ലെങ്കിൽ അല്ലാതെ ഒരു കാര്യം നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കൃപയല്ല എന്താ പറയണത്? പിന്നെ അപ്പം എന്താ അർത്ഥം? കൃപയാലാണെങ്കിൽ പിന്നെ അവിടെ പ്രവൃത്തിക്ക് അടിസ്ഥാനമില്ലെന്ന്. അപ്പം ചില കാര്യം പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. 2 തിമോത്തി 1:9 എടുത്തേ. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ്. യേശുക്രിസ്തുവിലുള്ള കൃപ എത്രയോ നേരത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളുടെ മെറിറ്റ് നോക്കാതെ പലപ്പോഴും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനെ ഓർത്ത് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആഗ്നസ്, ഇതെൻ്റെ ഹസ്ബൻഡ് ഡിനിൽ. ഞങ്ങൾ വരുന്നത് അങ്കമാലിയിൽ നിന്നാണ്. ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത്
ഞാൻ OET പഠിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് ത്രൂ ആണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. 2/5/2022 ഞാനിവിടെ വരുന്നത്. ഞാനും എൻ്റെ അനിയത്തിയും കൂടി വന്നാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് OET ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പം എനിക്ക് പുറത്ത് പോയിട്ട് യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ വീട്ടുകാരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതും എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനത് ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു. ഞാൻ ആദ്യം എടുത്ത ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഉടമ്പടി ഉഴപ്പി. എക്സാം എഴുതി. എനിക്ക് 2 എണ്ണം കിട്ടി, 2 എണ്ണം കിട്ടിയില്ല. രണ്ടാമത് ഡേറ്റ് എടുത്തു വീണ്ടും OET എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ആ ഡേറ്റ് എടുത്ത് ഞാൻ അപ്പോഴേക്കും എൻ്റെ ഉടമ്പടിയുടെ കാലാവധി തീർന്നിട്ടുണ്ടായിരുന്നു. പുതുക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ഞാൻ അന്ന് ചിന്തിച്ചു, ഞാൻ എന്തായാലും നന്നായിട്ട് പഠിക്കാം, എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വന്ന് ഉടമ്പടി പുതുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് ട്രാവൽ ചെയ്ത് ആ ഒരു സമയം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ അന്നേരം ശരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് എണീക്കുന്നത്. അതുപോലെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ആ രണ്ടാമത്തെ എക്സാമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അതും സെയിം ലൈക്ക് എനിക്ക് 2 എണ്ണം കിട്ടി, 2 എണ്ണം കിട്ടിയില്ല. മൂന്നാമത് ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ ഡേറ്റ് എടുത്തു നവംബർ 19, 2022 ഒത്തിരി പിന്നെ കൃപാസനത്തിൽ പറയുന്ന പോലെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പാലിച്ചു പോന്നിരുന്നു. ആ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ എല്ലാ ദിവസവും പങ്കെടുക്കും. രാവിലെ കുർബാന കഴിഞ്ഞിട്ട് ആണ് പിന്നെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ പിന്നെ വണ്ടിയിൽ പോകുമ്പം മാക്സിമം ജപമാല എത്തിക്കാൻ നോക്കും. അച്ഛൻ്റെ ധ്യാനം കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ ട്രാവലിൻ്റെ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 2 ആഴ്ചത്തെ കോച്ചിങ് എടുത്തു. ഞാൻ ആ ഒരു ഡേറ്റ് എക്സാമിൻ്റെ അന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് രാവിലെ ഇറങ്ങി. സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പം ഉടമ്പടി വസ്തുവായിട്ടുള്ള നേർച്ച ഉപ്പ് ഞാൻ സെൻറ്ററിന് പുറത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇട്ടു. അതുപോലെ എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിലും എൻ്റെ ചുണ്ടിലും പിന്നെ നെറുകൻ തലയിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം എത്തിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതും പോരാഞ്ഞ് ഞാൻ ഉടമ്പടി വസ്തുവായിട്ടുള്ള തേനും സേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം ഹോളിലേക്ക് കയറി. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലിസണിങ് ആയി. എനിക്കെല്ലാം ലിസണിങ്ങിന് ഓഡിയോ പ്ലേ ആവുമ്പം ശരിക്കും അതിൽ ശ്രദ്ധിക്കാതെ തന്നെ എനിക്കിങ്ങനെ ആൻസർ മാതാവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ലിസണിങ് കഴിഞ്ഞു. റീഡിങ് എനിക്ക് ഭയങ്കര പാടാണ്. കാരണം എനിക്ക് എപ്പോഴും പോകുന്നത് റീഡിങ്ങും റൈറ്റിങ്ങുമാണ്. റീഡിങ് ഞാൻ മാതാവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു, അമ്മേ എനിക്ക് കാർഡിയോളജി എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് എന്നോട് കാർഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യത്തെ ടെക്സ്റ്റുകളിൽ വരണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു പോന്നു. അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പം എനിക്ക് കാർഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു എനിക്കതിൽ കിട്ടിയത്. അങ്ങനെ 4 ടെക്സ്റ്റുകളും 5 മിനിറ്റ് കൊണ്ട് വായിക്കണം. ഞാനത് പെട്ടെന്ന് വായിച്ചു. ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കി. സ്റ്റാർട്ട് ചെയ്തു. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ക്വസ്റ്റ്യൻ വായിച്ച് തീരുന്നതിന് മുന്നേ എനിക്ക് അമ്മ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരികയാണ്, നീ ടെക്സ്റ്റ് എയിൽ പോ. ടെക്സ്റ്റ് എയിൽ ചെല്ലും. ഞാൻ ടെക്സ്റ്റ് എ വായിക്കുമ്പോൾ എന്നോട് പറയും താഴെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ താഴത്തെ സെൻറ്റൻസുകൾ വായിക്കും. അതിലെനിക്ക് ആൻസർ ഏതാണെന്ന് വെച്ചാൽ അമ്മ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞു തന്ന് ഞാൻ റീഡിങ്ങും നന്നായിട്ട് എഴുതി. പിന്നെ റൈറ്റിങ്ങും എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു, എഴുതി. ആദ്യം ഇൻട്രോ എഴുതി. ഞാൻ ഫസ്റ്റ് പാരയിലേക്ക് പോകാൻ തുടങ്ങുമ്പം എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയുകയാണ്, തെറ്റാണ്, ഒന്നും കൂടി വായിക്കുന്നത്. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യനും ഞാൻ എഴുതി വെച്ചതും കൂടി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ലോക പൊട്ടത്തരം എഴുതി വെച്ചേക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാനത് വെട്ടി മാതാവ് പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ എഴുതി. അങ്ങനെ എക്സാം എഴുതി ഞാൻ പുറത്ത് വന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് സ്പീക്കിങ്ങിന് കിട്ടിയേക്കുന്നത്. സ്പീക്കിങ് ശരിക്കും ഞാൻ സെൻറ്ററിൽ സ്പീക്ക് ചെയ്യുമ്പോഴൊക്കെ അവർ പറയുമായിരുന്നു, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്.
അങ്ങനെ ഞാൻ കയറി റോൾ പ്ലേ ഒന്നാമത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല നോക്കിയപ്പോൾ എല്ലാം ഈസിയാണ്, എനിക്കൊന്നും വായിന്ന് പുറത്തേക്ക് വരുന്നില്ല. ഇത്രയും ഞാൻ എൻ്റെ ആ പഠിച്ച സമയങ്ങളിൽ ഇത്രയും ഇതായിട്ട് അത്രയും വേഴ്സായിട്ട് ഞാൻ ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. രണ്ടാമത്തെയും റോൾ പ്ലേ എന്തൊക്കെയോ പറഞ്ഞു ഇറങ്ങി. ഞാൻ വിചാരിച്ചു, കാരണം എനിക്കതൊരു C+ പോലും കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അത്ര പോലും എനിക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ കരഞ്ഞു കൂവി സെൻറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിലേക്ക് പോയി ബസ് പിടിച്ച് വീട്ടിലേക്ക് കയറിയില്ല. ഞാൻ എൻ്റെ അനിയത്തിനെ വിളിച്ചു, എന്നെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോയി മുട്ടുമേ നിന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചാണ് എനിക്ക് എക്സാമിന് ഡേറ്റ് എടുത്തത്. ഇനി ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും എന്നുള്ളൊരു ചിന്ത എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ഒത്തിരി ഒരുക്കത്തോടെ തന്നെ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരുക്കത്തിൽ ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും എനിക്കിത് വേണം എന്ന് പറഞ്ഞ് ഞാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം സ്പീക്കിംഗ് ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്കതിന് C+ കിട്ടി, ബാക്കി 3 B. അങ്ങനെ അയർലൻഡ് സ്കോർ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇത് എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടല്ല, മാതാവ് ഒത്തിരി ഇടപെട്ട് അമ്മയുടെ ഒരു ഗ്രേസ് കൊണ്ട് എനിക്ക് തന്നതാണെന്ന് ഞാൻ ഇന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും എപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ നന്ദി പറയുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 5 വർഷത്തിന് മുകളിലായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഇടയ്ക്ക് ഓർക്കും കഴുത്തിന് മുകളിൽ തലയില്ലായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോകും. കാരണം തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്യും, അവിടുന്ന് ചെവിയിലേക്കാകും, പിന്നെ തല മൊത്തം ആകും. ഒച്ച കേൾക്കാൻ പറ്റത്തില്ല, ചെറിയ വെട്ടം പോലും കാണാൻ പറ്റത്തില്ല, വല്ലാത്ത അസ്വസ്ഥത, കിടന്ന് കരയും. ചിലപ്പോൾ 2 ദിവസമൊക്കെ അങ്ങനെ നിൽക്കും. അങ്ങനെ ഞാൻ പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോയി. ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും അത് അവർ പറയുന്നത് കഫക്കെട്ടുണ്ട്, അപ്പം അത് കളയാനുള്ള മരുന്ന് തരാം എന്നാ. അപ്പം മരുന്നെടുക്കും, കുറയും, പിന്നെ ഇതുപോലെ തന്നെ. അങ്ങനെ കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പക്ഷെ ഒരു മാറ്റവും ഇല്ല. അതും ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്നപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഉടമ്പടിയിൽ വെച്ചു. പിന്നെ നേർച്ച വസ്തുക്കൾ ആയിട്ടുള്ള ഉപ്പും തേനും ഞാൻ സേവിക്കുമായിരുന്നു. പിന്നെ തൈലം പ്രാർത്ഥിച്ചു കഴിയുമ്പം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ 5 വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ മൈഗ്രെയിൻ അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് എടുത്തു മാറ്റി. അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് തന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിന് ഞാൻ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ OET എഴുതി അയർലൻഡിലേക്ക് പോയി കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിനെ അങ്ങോട്ട് കൊണ്ടുപോയി. ആൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള ആളാണ്. അവിടെ ജോലി, ഇലക്ട്രിക്കൽ ഫീൽഡിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ അന്വേഷിച്ചു. എൻ്റെ ഒരു സാലറിയിൽ 2 വീടുകളിലേക്കും ഇടണം, ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തണം, വാടക കൊടുക്കണം, എല്ലാം കൂടി ആകുന്നില്ല. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഉടമ്പടിയിൽ അപ്പം ആ സമയപ്പോഴേക്കും എൻ്റെ ഉടമ്പടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ഇട്ട ഒരു സ്ഥലത്ത് നിന്ന്, ആ പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണ് ആ ഒരു സ്റ്റോർ. അപ്പോൾ അവിടെ കമ്പാരിറ്റീവ്ലി എല്ലായിടത്തേക്കാളും കുറച്ച് സാലറി ഓഫറുണ്ട്. അപ്പോൾ അവിടെ കിട്ടണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ തരുന്ന ജോലിയാണെങ്കിൽ അതാണ് ഒരു അടയാളം ഞാൻ ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ച ആ സെൻറ്ററിൽ എൻ്റെ ഹസ്ബൻഡിന് പരിശുദ്ധ ദേവമാതാവ് ഈശോയോട് പറഞ്ഞ് ജോലി നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, അയർലൻഡിൽ ചെന്നിട്ട് എനിക്ക് ഞങ്ങൾ പരിചയമുള്ള ഒരു ഫാമിലിയുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തുടക്കത്തിലുള്ള പോലെയുള്ള ഒരു ബിഹേവിയർ അല്ല പിന്നീട് അങ്ങോട്ട് അവരുടെ സൈഡിൽ നിന്ന് നമ്മളോടുണ്ടായിരുന്നത്. നമുക്ക് കിച്ചൺ യൂസ് ചെയ്യുമ്പോഴും അപ്പം പ്രശ്നങ്ങൾ, ചെറിയ രീതിയിൽ വിഷമങ്ങളൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചായിരുന്നു. ഞങ്ങൾ വേറെ വീട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ കുറേ ഇങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഹസ്ബൻഡ് താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത്
അമ്മ ജോലി തന്ന് അനുഗ്രഹിച്ചു, വീട് തന്ന് അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ 4ാമത്തെ സാക്ഷ്യം. പരിശുദ്ധ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ സ്ഥലത്ത് തന്നെ ഹസ്ബൻഡിന് കിട്ടണം എന്നുള്ളത്. പിന്നെ എനിക്കാണെങ്കിലും ഡ്യൂട്ടിക്ക് പോകാനും വരാനൊക്കെ കുറച്ചും കൂടി ട്രാൻസ്പോർട്ടേഷൻ്റെ ഓക്കെയാണ് അവിടെ നിന്ന്. അപ്പം അങ്ങനെയാണ് അവിടെ കിട്ടിയതും ഒക്കെ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തത്, ഇവിടെ ഉള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും വന്ന് പത്രക്കെട്ട് വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കും. അറിയാത്തവർക്ക് ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കും. പിന്നെ രോഗികളെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആർക്കെങ്കിലും ഫിനാൻഷ്യലി ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ അഗതി മന്ദിരത്തിൽ ഫുഡിനുള്ള പൈസയൊക്കെ അങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ വിശുദ്ധ കുർബാനയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സാധിക്കുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പോവും. പിന്നെ ജപമാല പ്രാർത്ഥനകൾ, സന്ധ്യാപ്രാർത്ഥനകൾ മുടക്കം വരുത്താതെ പ്രാർത്ഥിക്കും. ബൈബിൾ വായന അതെല്ലാം പറഞ്ഞതുപോലെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. എൻ്റെ പാത അങ്ങ് വിശാലമാക്കി, എൻ്റെ കാലുകൾ വഴുതിയില്ല. സങ്കീർത്തനം 18:36. പലപ്പോഴും നാം നമ്മുടെ ശക്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയും മുന്നോട്ടൊരു പുരോഗമനം ഉണ്ടായിട്ടാണ്, ഒരു പ്രോഗ്രസ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതമാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് പുതിയ ജീവിത വഴികളാണ് തുറന്നു തരുന്നത്. ആഗ്നസ് ജോസഫ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ ആദ്യ ഉടമ്പടി എടുത്തു. നല്ല സീരിയസ് അല്ലായിരുന്നു. എക്സാമിനൊക്കെ പോകുമ്പോൾ വളരെ തീഷ്ണതയോടുകൂടി പഠനമൊക്കെ മുന്നോട്ട് പോയി, പരീക്ഷ എഴുതി. പക്ഷെങ്കിൽ അത് കിട്ടുവാൻ പ്രതീക്ഷ OIT എക്സാം കിട്ടുന്നില്ലായിരുന്നു. രണ്ടാമത് പിന്നീട് വീണ്ടും എഴുതാൻ പോയി. അപ്പോഴും പറഞ്ഞു ഉടമ്പടി പുതുക്കുവാൻ പോയെങ്കിൽ എൻ്റെ സമയം പോകും, ട്രാവൽ ചെയ്യണം, യാത്ര ചെയ്യണം, അത്രയും സമയം നഷ്ടപ്പെടുത്തുവാനില്ല, അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിക്കാമെന്ന്. അങ്ങനെ വീണ്ടും പരീക്ഷ എഴുതി. വീണ്ടും 2 മൊഡ്യൂൾ കിട്ടി, 2 മൊഡ്യൂൾ പോയി. പിന്നീടാണ് 3ാമത്തെ പ്രാവശ്യം OIT എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ മകൾ ഇവിടെ വന്ന് കൂടുതൽ തീഷ്ണതയോടെ ഈശോയുടെ അടുക്കിലേക്കും ചേർന്ന് നിന്ന് ഉടമ്പടി പുതുക്കി വീണ്ടും പരീക്ഷയ്ക്ക് ശ്രമിച്ചു. അവിടെയാണ് ഈശോയുടെ അമ്മയുടെ വലിയൊരു അനുഗ്രഹം ഈ മകൾക്ക് കിട്ടുന്നത്. ഈ മകൾ ആഗ്രഹിച്ച പ്രകാരം കാർഡിയോ റിലേറ്റഡ് ക്വസ്റ്റ്യനാണ് ഈ മകൾ ആഗ്രഹിച്ചത്. അതിന് പ്രകാരം അങ്ങനെ ഒരു ചോദ്യം ലഭിക്കുകയും എക്സ്പെക്റ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെ ഈശോയും അമ്മയും ഇടപെടുകയും ഈ മകളുടെ ജീവിതത്തിൽ പിന്നീട് മകൾ പറഞ്ഞതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നല്ല റിസൾട്ട് നൽകിയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. സ്വന്തം ശക്തിയിൽ നാം പലപ്പോഴും കൂടുതൽ മുറുകി പിടിക്കുമ്പോൾ വഴുതി വീഴാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഇതുപോലെയാണ്. പലപ്പോഴും വി ഹാവ് കോൺഫിഡൻസ് ഇൻ അവർ സെൽസ്. നമുക്ക് നമ്മളിൽ തന്നെ നല്ല കോൺഫിഡൻസ് ആകുമ്പോൾ ദൈവത്തിൻ്റെ അഭയം നേടുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തോട് ചേർന്ന് നിന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനാ ജീവിതം നയിക്കുവാനും വിശുദ്ധിയിലുള്ള ആ ജീവിതത്തിലേക്ക് പോകുവാനുമുള്ള സമയം കണ്ടെത്താൻ സാധിക്കില്ല. ചിലപ്പോൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പഠിത്തത്തിനായിരിക്കാം, പ്രാർത്ഥനയ്ക്കല്ല. അങ്ങനെയാവുമ്പോഴാണ് ആഗ്നസിൻ്റെ ജീവിതത്തിൽ നടന്നതുപോലെ പലപ്പോഴും മുന്നോട്ട് പോകാൻ സാധിക്കാതെ പിന്നോട്ടേക്ക് പോകുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം, നമ്മളെ കരുതുന്ന ദൈവം നമ്മുടെ പാത എപ്പോഴും വിശാലമാക്കി തരുന്നുകൊണ്ട് നമ്മുടെ കാല് വഴുതാതെ നമ്മെ കാത്ത് സംരക്ഷിക്കുകയാണ്. കൃപാസനം അമ്മയാണ് നമ്മളെ കരം പിടിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അമ്മയുടെ കരകളിൽ നമ്മൾ സുരക്ഷിതരാണ്. അതുകൊണ്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ പിന്നോട്ട് പോകുമ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരമ്മ നമ്മുടെ കൂടെയുള്ളത്. ആ അമ്മയുടെ ഇടപെടലിലൂടെ സാന്നിധ്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പിന്നീട് ഈ മകൾ പറയുന്നത് അയർലൻഡ് സ്കോർ തന്നെ തന്ന് ദൈവം അനുഗ്രഹിച്ചെന്നാണ്. അതുപോലെ തന്നെയാണ് 5 വർഷത്തോളം ഉണ്ടായിരുന്ന മൈഗ്രെയിൻ ഹെഡേക്ക്. പല ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിൽ യാതൊരു ഫലവും ഉണ്ടായില്ല. ടെമ്പററി റിലീഫ് മാത്രമായിരുന്നു.
ഉടമ്പടിയിൽ നിയോഗം വെച്ച് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് 5 വർഷം സാധിക്കാത്ത കാര്യമാണ് ഉടമ്പടിയിൽ സമയചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ ഈ മകൾക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചത്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യവും അനുഗ്രഹവും കൃപയുമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. പിന്നീട് ആഗ്രഹിച്ച ഹസ്ബൻഡ് ഒരു നല്ല ജോലിയാണ്. ഐലൻഡിലേക്ക് പോയി, പക്ഷേ ജോലിയില്ല. വീണ്ടും വളരെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീടിനടുത്ത് തന്നെയാണ് ഈ മകൾ ആഗ്രഹിച്ചത്. അതിന് പ്രകാരം വീടിനടുത്ത് തന്നെ നല്ലൊരു ഹൗസ് കിട്ടുകയും നല്ല ഒരു ജോലി ലഭിച്ച് അവിടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹവും കൃപയുമാണ് ഈശോയും അമ്മയും ഈ മക്കൾക്ക് നൽകിയത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈശോയും അമ്മയും തുറന്നു കൊടുക്കുന്നത്. ആത്മീയമായ കാലുകൾ വഴുതാതെ നിൽക്കാൻ കൃപ ലഭിക്കുകയാണ്. ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, ജോലി പ്രശ്നങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം. ഇവയിലെല്ലാം വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ശക്തിയിലാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നാം വഴുതി വീഴുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിന്ന് ആ ശക്തിയിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വഴുതി വീഴാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവകൃപ നമ്മുടെ ചുവടുകളെ നമ്മെ നയിക്കുന്നത്. ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവത്തിനോടുള്ള വിശ്വാസത്തിൽ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയും അമ്മയെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് ടെസ്ന. ഞാൻ കോട്ടയം തോട്ടയ്ക്കാട് സെയിൻറ്റ് ജോർജ് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 8-ാം തീയതിയാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എല്ലാ നേഴ്സുമാരെയും പോലെ എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോകണം, സെറ്റിലാവണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസ് പോകണം, അവിടെ സെറ്റിലാവണം എന്നായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഉടമ്പടി വന്ന് ഫസ്റ്റ് ടൈം പുതുക്കാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയെ പറ്റി അറിയുന്നത് ജസ്റ്റ് യൂട്യൂബിൽ റാൻഡമായിട്ട് ഇങ്ങനെ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടാണ്. അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നത് ഉടമ്പടി എടുക്കാമെന്ന്. അപ്പം ഞാൻ അതിൽ വെച്ച നിയോഗങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് ഞാൻ വെച്ചത് എനിക്ക് OET ക്ലിയർ ചെയ്യണം, OET അറ്റൻഡ് ചെയ്ത് കിട്ടണം, പുറത്ത് പോകണം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം OET എഴുതാൻ തീരുമാനിച്ചു. ഉടമ്പടി എടുത്ത് എന്നുള്ളൊരു ധൈര്യത്തിൽ എനിക്ക് കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ OET എഴുതാൻ തീരുമാനിച്ചത്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 2 മൊഡ്യൂൾ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സെക്കൻഡ് ടൈം എഴുതാം എന്ന് വിചാരിച്ചു. സെക്കൻഡ് ടൈം എഴുതാമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് UK കംപ്ലീറ്റ്ലി ക്ലോസ് ആക്കി. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ UK അയർലൻഡൊന്നും അത്ര സ്കോപ്പില്ല ഇപ്പോൾ. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ കയറി. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ വീണ്ടും ഇവിടെ ഉടമ്പടി വന്ന് പുതുക്കി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി OET എന്നുള്ളൊരാഗ്രഹം അങ്ങ് വിട്ടു. ഇനി എന്തായാലും അത് നോക്കിയിട്ടൊരു പ്രതീക്ഷ ഉണ്ടാവും തോന്നില്ല, എല്ലാവരും പറഞ്ഞു അതങ്ങ് ഉപേക്ഷിച്ചേക്കാൻ. അങ്ങനെ അതങ്ങ് വിട്ടു. പിന്നെ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ പിന്നെ എല്ലാ നേഴ്സസും ചൂസ് ചെയ്യുന്നത് GCC സൗദിയാണ്. അപ്പോൾ സൗദി നോക്കാം എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നു. സൗദി എനിക്ക് എന്തൊക്കെയോ തടസ്സങ്ങളാൽ സൗദി അങ്ങോട്ട് അതിലേക്കൊന്ന് എൻ്റർ ആവാൻ പോലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതും വിട്ടു. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ ഒരു ഖത്തർ മിനിസ്ട്രിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ട് ഞാൻ അതിൽ അപ്ലൈ ചെയ്തു, സെലക്റ്റായി. അങ്ങനെ ഞാനൊന്ന് അതിലേക്ക് നോക്കാം എന്ന് വിചാരിച്ച് പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം സ്മൂത്തായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഖത്തർ പ്രോമെട്രിക്കിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എക്സാം എഴുതാൻ പോയ സമയത്ത് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ കൊണ്ടാണ് പോയത്. ഉപ്പ് ഞാൻ അവിടെ ഒരു കോർണറിൽ ഇട്ടു, തൈലം എൻ്റെ നെറ്റിയിൽ പൂശിയാണ് ഞാൻ എക്സാം ഹാളിലേക്ക് എൻ്റർ ആവുന്നത്. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു, എക്സാം കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു 2026 ജനുവരിയൊക്കെ കഴിഞ്ഞു, ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വിസ 2026 ഏപ്രിൽ 27-ാം തീയതിയോടെ വിസ എക്സ്പയർഡ് ആവും. അപ്പം അതിന് മുന്നേ എനിക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് വാർ വരുന്നത്. അപ്പോൾ യുദ്ധം ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നൊരു സാഹചര്യത്തിൽ കയറി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും നടക്കില്ല എന്നിങ്ങനെ വിചാരിച്ചിരിക്കുവാണ്. കാരണം ഏപ്രിൽ 27-ന് എൻ്റെ വിസ എക്സ്പയർഡ് ആവും, അതിന് മുന്നേ പോകണം.
അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ടിക്കറ്റ് വന്നു, April 20 പോകാം എന്ന് പറഞ്ഞ് ടിക്കറ്റ് വന്നു. ഭയങ്കര സന്തോഷമായി, ഒക്കെ പോകാമല്ലോ, ഈ ഒരു യുദ്ധത്തിൻ്റെ സമയത്താണെങ്കിലും ടിക്കറ്റ് കിട്ടി, പോകാം എന്ന് വിചാരിച്ച് ഞാൻ 18-ാം തീയതി, അതായത് കഴിഞ്ഞ April 18-ാം തീയതി ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. പക്ഷേ ഞാൻ ഈ പത്രിക എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ സാക്ഷ്യം എഴുതി കൊടുത്തപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു, നീ പത്രിക എടുത്തില്ലല്ലോ, പത്രം ഇല്ലാതെ പറയാൻ പറ്റില്ല, അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 20-ാം തീയതി കയറി പോകും, 18-ാം തീയതിയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പോയിട്ട് 19-ാം തീയതി വന്ന് പറയാം എന്ന് വിചാരിച്ചു. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. തിരിച്ച് വീട്ടിൽ ചെന്നപ്പം എനിക്ക് ഏജൻസിയിൽ നിന്ന് ഒരു കോൾ വന്നു, എൻ്റെ ടിക്കറ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോയി, ഇനി എന്ത് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ ഈ പത്രിക എടുക്കാൻ മറന്നു പോയത് കൊണ്ടാണോ എനിക്ക് എൻ്റെ ടിക്കറ്റ് ക്യാൻസലായതെന്ന് ഞാൻ ആദ്യം ഒന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്ന് എനിക്ക് മെയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, പേടിക്കേണ്ട, ടിക്കറ്റ് റീഷെഡ്യൂൾ ആയിട്ടുണ്ട്, May 9-ാം തീയതിയിലത്തേക്ക് റീഷെഡ്യൂൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഞാൻ 3rd ടൈം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് റാൻഡമായിട്ട് May 10 എന്നൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, എൻ്റെ ബർത്ത്ഡേ May 10 ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് ഞാനും കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് May 10 എന്നൊരു ഡേറ്റ് ഇട്ട് 2026 May 10 മുന്നേ എനിക്ക് എവിടെയെങ്കിലും ഒരു വിദേശത്ത് എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റണം എന്നുള്ള സ്ഥലമൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പോകണം, അത് മാത്രമാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത്. അപ്പോൾ 2-3 ദിവസം മുന്നേ എനിക്ക് ടിക്കറ്റ് വന്നിട്ട് ക്യാൻസലായ ടിക്കറ്റ് തന്നെ റീഷെഡ്യൂൾ ആയിട്ട് May 9 പോകാം എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അന്ന് ഇവിടെ ഉടമ്പടി ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിട്ട് എനിക്ക് പറയാൻ പറ്റാതെ തിരിച്ചു പോയതൊക്കെ ഒരു മാതാവിൻ്റെ ഒരു ബ്ലെസ്സിങ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് വീണ്ടും ഞാൻ ആഗ്രഹിച്ച ഒരു ഡേറ്റിലേക്ക് തന്നെ ആക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായത്. അപ്പോൾ എന്തായാലും ഈ ശനിയാഴ്ച ഞാൻ പോവുകയാണ്. ഞാൻ നേഴ്സായിട്ട് തന്നെ അവിടെ ഖത്തർ മിനിസ്ട്രിയിലാണ് എനിക്ക് ജോബ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പോവുകയാണ്. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ, ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ബെറ്ററായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിലെ പത്രം ബസ് സ്റ്റാൻഡുകളിലും പള്ളികളിലും ഒക്കെ ഞാൻ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ പൊതിച്ചോറ്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്തൊരു കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ഒരു ദൈവാനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് പേരുടെ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട് അച്ഛനെ സ്വപ്നം കാണുന്നതെന്നൊക്കെ. അപ്പം ഞാനും ഇങ്ങനെ ജസ്റ്റ് ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛനെ ഒന്ന് സ്വപ്നം കണ്ടിരുന്നെങ്കിൽ എന്ന്. അച്ഛനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് പറയണമെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അച്ഛൻ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ May 9 എനിക്ക് ടിക്കറ്റ് റീഷെഡ്യൂൾ ആയി കിട്ടിയിട്ടും, ടിക്കറ്റ് റീഷെഡ്യൂൾ ആയി എന്ന് പറഞ്ഞ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു, ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഇന്നലെ ഒരു ഏജൻസിയിൽ നിന്ന് ഒരു കോൾ വന്നു, മേ ബി ആ ടിക്കറ്റും കൂടെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കംപ്ലീറ്റ്ലി ഡൗൺ ആയി, ഇനി എന്ത് ചെയ്യും എന്നൊരു ഇതില്ല, ഒരു സ്കോപ്പ് മൊത്തത്തിൽ പോകുന്നൊരു സ്ഥിതിയായിരുന്നു. അപ്പം എന്തായാലും ഞാൻ വരാമെന്ന് തീരുമാനിച്ചതല്ലേ, വരാമെന്ന് കരുതി ഞാൻ ഇവിടെ ഇന്ന് വന്ന് കുറച്ച് നേരം മുമ്പ് വരെ ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ബാക്കിൽ. സാക്ഷ്യം പറയണോ വേണ്ടയോ എന്നൊരു ഡൗട്ടായിരുന്നു, കാരണം ടിക്കറ്റ് എന്താകും എന്നൊരു ഉറപ്പില്ല. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് സിസ്റ്റേഴ്സിനോട് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് കരുതി ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോയപ്പോൾ എനിക്ക് വീണ്ടും ഒരു കോൾ വന്ന് എന്നോട് പറഞ്ഞു, റെഡി ആയിക്കോ പോവാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തീരുമാനിച്ചു എന്തായാലും പറഞ്ഞിട്ടേ പോവുള്ളൂ. അങ്ങനെയാണ് ഞാൻ പറയാൻ ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ശരിക്കും മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെ മാറ്റിയത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയാണ് മാതാവിനും ഈശോയ്ക്കും എനിക്ക് തന്നിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. ആത്മീയ ജീവിതം, ഞാൻ പള്ളിയിൽ കാരുണ്യ പ്രവർത്തികൾ കൂടുതലും ഞാൻ പൊതിച്ചോറ് കൊടുക്കൽ, കൃപാസനത്തിലെ പത്രം വിതരണം ചെയ്യൽ, പിന്നെ ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെ ഞാൻ മാക്സിമം ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം, സൺഡേസിലെല്ലാം മുടങ്ങാതെ പള്ളിയിൽ പോകാൻ തുടങ്ങി, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി, സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ ചൊല്ലാൻ തുടങ്ങി. പിന്നെ പലപ്പോഴും കുമ്പസാരിക്കാൻ, അതായത് 2 ആഴ്ച കൂടുമ്പോൾ മുടങ്ങാതെ കുമ്പസാരിക്കാൻ തുടങ്ങി. കുമ്പസാരക്കൂട്ടിലിരുന്ന് പല അച്ഛന്മാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മാതാവിൻ്റെ ഒരു അനുഗ്രഹമുള്ള കുട്ടിയാണ്, മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കണം എന്ന് എന്നോട് കുമ്പസാരക്കൂട്ടിലിരുന്ന് പല അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ശരിക്കും ഒരു പ്രസൻസ് അനുഭവപ്പെടാറുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം
11 അധ്യായം 24 വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്നാണ് ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നിന്നും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. പ്രശ്നങ്ങൾ വന്നാലും തളരാതെ, എന്ത് ബുദ്ധിമുട്ടുകളായാലും, ജോലി പ്രശ്നമായാലും, സാമ്പത്തിക തകർച്ചയായാലും ദൈവം ഒരു വഴി തുറക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. രോഗാവസ്ഥയിലും ജോലിയില്ലായ്മയിലും രോഗാവസ്ഥയിൽ സുഖം പ്രാപിക്കുമെന്നും, ജോലിയില്ലെങ്കിലും പരീക്ഷയാണെങ്കിലും ഈശോ എൻ്റെ കൂടെയുണ്ട്, എന്നെ വിജയിപ്പിക്കുമെന്ന ഒരു ഉറപ്പാണ്. ആ ഉറപ്പോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ഓരോ ഉടമ്പടി മക്കളും. അതുകൊണ്ടാണ് ഓരോ സാക്ഷ്യങ്ങളും അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. നാം പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ ഇടപെടലിലൂടെ, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. തെസ്ന എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഈ മകളും യൂട്യൂബ് വഴി ഉടമ്പടിയെ പറ്റി കേൾക്കുകയും കൃപാസനത്തെ പറ്റി കേൾക്കുകയും പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. വിദേശത്ത് മറ്റു കുട്ടികളെ പോലെ, മറ്റ് നഴ്സിംഗ് സ്റ്റുഡൻസ് പോലെ തന്നെ വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യാനാണ് ഈ മകളും ആഗ്രഹിച്ചത്. പക്ഷെങ്കിൽ പലപ്പോഴും വിസ വരികയും പിന്നീട് ഡേറ്റ് മാറുകയും OET എക്സാമിന് പോവുകയും പല കാര്യങ്ങളാണ് വരുന്നത്. വീണ്ടും പല ചേഞ്ചുകളാണ് വരുന്നത്. പക്ഷെങ്കിൽ എല്ലാ ചേഞ്ചും ഈ മകളുടെ നന്മയ്ക്കായിട്ട് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഇവിടെ വന്നു, വിസ കിട്ടി, ഇവിടെ വന്നു സാക്ഷ്യം പറയാൻ. പക്ഷെങ്കിൽ അന്ന് പേപ്പർ ഉടമ്പടി പത്രിക കൊണ്ടുവന്നില്ല, സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. തിരികെ എത്തിയപ്പോൾ മനസ്സിലായി ആ ഡേറ്റ് ചേഞ്ച് ചെയ്തു എന്ന്, പോകുവാൻ പറ്റില്ല എന്ന്. പിന്നീട് വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, നിയോഗത്തിൽ സമർപ്പിച്ചു. എൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ്, അതായത് മെയ് 10 മുമ്പ് അമ്മേ എനിക്കൊരു സൈൻ തരണേ, ഒരു അടയാളം തരണേ, എനിക്ക് ടിക്കറ്റ് ശരിയാക്കി തരണേ എന്ന്. അതിന് പ്രകാരം ഈ മകളുടെ, നമുക്കറിയാം സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 ഡിസംബർ 7 2:30 എന്ന സമയത്താണ് അമ്മ ഇവിടെ എത്തിയത്. സമയത്തിന് മേൽ അധികാരമുണ്ട്. അമ്മ ഘടികാരവുമായാണ് അമ്മ ഇവിടെ എത്തിയത്. തന്നെയുമല്ല, കാനായിലെ വിവാഹ വിരുന്നിൽ ഈശോ പറഞ്ഞ് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അവൻ പറയുന്നത് ചെയ്യുക എന്ന് നമ്മളോട് അമ്മയാണ് പറഞ്ഞു തന്നത്. അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ നമ്മുടെ സമയവും ആകാത്ത സമയം ആക്കിത്തരുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ള കൃപാസനം അമ്മ. ആ അമ്മയോടാണ് ഈ മകളും മെയ് 10 എൻ്റെ ബർത്ത്ഡേക്ക് മുൻപ് അമ്മ എനിക്കൊരു അടയാളം തന്ന് എനിക്ക് ടിക്കറ്റ് ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചത്. അതിന് പ്രകാരം മെയ് 9 ടിക്കറ്റ് കൊടുക്കുകയും ഇന്ന് ഈ മകള് ഇവിടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അമ്മയുടെ സന്നിധിയിലെത്തിയത്. പക്ഷെങ്കിൽ ഇന്നലെയും ഫോൺ കോൾ വന്നു, ടിക്കറ്റ് കൺഫേം അല്ല എന്ന്. ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നു. പക്ഷെങ്കിൽ സമയം പോകും തോറും ഒരു കൺഫേം അല്ലാത്തതുകൊണ്ട് ഈ മകൾ തെസ്ന ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നീട് ഇവിടെ വെച്ച് തന്നെയാണ് മകൾക്ക് കൺഫേം വരുന്നത്, ടിക്കറ്റ് കൺഫേം ആണ്, യാതൊരു ചേഞ്ചുമില്ല എന്ന്. ഈശോയോടും അമ്മയോടും പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നമുക്കും വിശ്വസിക്കാം. വിശ്വസിക്കുന്ന എന്തും നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവമാണ്, തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. സമയമാകാത്ത സമയവുമാക്കി തരുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട്, അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആ അമ്മയാണ് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. കാനായിൽ ചെയ്തതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ആവശ്യം അറിഞ്ഞാണ് അമ്മ പറഞ്ഞത് അവർക്ക് വൈനില്ല എന്ന്. നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളും അമ്മയാണ് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ വിശ്വാസത്തോടെ നമ്മുടെ സംശയങ്ങളെ നീക്കി ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ, മധ്യസ്ഥതയിലൂടെ നമ്മുടെ പ്രാർത്ഥനകളും ജീവിതവും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. തെസ്നയ്ക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ ജോലി, അതായത് ഖത്തർ മിനിസ്ട്രിയിൽ നഴ്സായിട്ട് ജോലിയും എല്ലാ മറ്റ് അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. പേര് റെക്സ്, എൻ്റെ ഭാര്യ എലിസബത്ത് റെക്സ്, മോള് എമി, മോൻ എബി. രണ്ടുപേരും ഞങ്ങൾ പറഞ്ഞത് ചെന്നൈയിൽ നിന്നാണ്. ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലാണ്. വൈഫ് വന്നിട്ട് ഇവിടെ കളവൂരാണ്. ഈ കൃപാസനം ഞങ്ങൾക്ക് അറിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ വെക്കേഷന് എപ്പോഴും
വരുമ്പോൾ ഞങ്ങൾ വല്ലാർപാടം പള്ളി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ കൃപാസനം പള്ളി ഉണ്ട്, മാതാവ് ഇവിടെ പ്രതിഷ്ഠപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ വൈഫിൻ്റെ അമ്മ പറഞ്ഞ് അവിടെ പോയി കയറിയിട്ടും കൂടി വാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടെ. വല്ലാർപാടം പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ കളവൂർ വന്നിട്ട് ഈ പള്ളി തപ്പാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി കാറെ നിർത്തിയിട്ട് ഇറങ്ങി നോക്കിയപ്പോൾ കൃപാസനം പള്ളി വാതിക്കലാതെ വണ്ടി വന്ന് നിന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ഞങ്ങൾക്ക് കുറേ അനുഗ്രഹം കിട്ടിയ ഒരു ഫീലിങ്. പിന്നെ അകത്ത് കയറി വന്നപ്പോൾ ജോസഫ് അച്ഛൻ പുറത്ത് ഇറങ്ങി വന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങളെല്ലാവരും തലയ്ക്ക് പിടിച്ച് അടിമ വെച്ച് പ്രാർത്ഥിച്ച് അപ്പോഴേ ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ രാവിലെ ധ്യാനം കൂടി കുർബാന ദാനം കൂടിയിട്ട് പോയി. 2017 ഞങ്ങൾ ആദ്യം ഇവിടെ വന്നേ. അതിനുശേഷം 2019 എൻ്റെ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു അവസരം കിട്ടി. ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ്, കുറച്ച് ദിവസമല്ല, നാട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. 10 വർഷമായിട്ട് തൈറോയിഡ് പ്രശ്നത്തിൽ ദിവസം ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. 6 മാസത്തിന് ഒരു വട്ടം ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ടെസ്റ്റ് എടുത്തിട്ട് അതിന് അനുസരിച്ച് ഗുളിക കൂട്ടിയാൽ കുറച്ചാൽ കൊടുക്കും. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് നാട്ടിൽ പോയിട്ട് നെക്സ്റ്റ് ടെസ്റ്റിൽ തന്നെ തൈറോയിഡ് പൂർണ്ണമായിട്ട് ഗുണമായി. കൂടിയുമില്ല കുറഞ്ഞുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഗുളിക കളിക്കണ്ട എന്ന് പറഞ്ഞു വിട്ട്. പിന്നെ 6 മാസം കഴിഞ്ഞ് പിന്നെയും ടെസ്റ്റ് എടുത്തു, അതിലും തൈറോയിഡ് ഇല്ല. പിന്നെ അടുത്ത ഒരു ടെസ്റ്റും 3ാമതും ടെസ്റ്റ് എടുത്തപ്പോൾ അതിന് തൈറോയിഡ് ഇല്ല. സോ പൂർണ്ണമായിട്ട് ഗുണമടഞ്ഞതിന് മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി. 2ാമത് അനുഗ്രഹം കിട്ടിയത് എൻ്റെ മോൻ ജോലിക്കാരിയാണ്. BE ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് 1 വർഷമോളം വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. പേരൻസായ എല്ലാവർക്കും അറിയാം, മകൻ പഠിച്ചിട്ട് വീട്ടിലിരിക്കുമ്പോൾ എല്ലാവർക്കും എന്ത് പ്രശ്നം, എങ്ങനെ സങ്കടം ഉണ്ടാവണം. അത് ഞാൻ ഒത്തിരി അനുഭവിച്ചു. ഒത്തിരി പേർക്ക് എൻ്റെ കമ്പനി തന്നെ ഞാൻ ജോലി മേടിച്ച് തന്നിട്ടുണ്ട്. എല്ലാ കമ്പനിയിലും എനിക്ക് ഫ്രണ്ട്സുകളുണ്ട്. എല്ലാവർക്കും കുറേ പേർക്ക് ഞാൻ ജോലി മേടിച്ച് തന്നു. പക്ഷേ എൻ്റെ മോന് ഒരു ജോലി കിട്ടാനായിട്ട് അത്രയും പ്രയാസം. ഇവിടെ 2025 റാലിക്ക് കൂടി. ഞങ്ങൾ ഒക്ടോബർ മാസം റാലിക്ക് കൂടിയിട്ട് ഞാൻ ചെന്നൈയിലെ എൻ്റെ ഇടവകയിൽ പള്ളിയിൽ ഈ കൃപാസന മാതാവ് പ്രതിഷ്ഠപ്പെട്ട ഡിസംബർ 7-ാം തീയതി ഞങ്ങൾ പള്ളിയിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാൾ വന്നു എൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഞാൻ ഫോൺ എടുക്കണോ വേണ്ടേ, പള്ളിയിലല്ലേ ഇരിക്കണേ കുർബാനയ്ക്ക്. കുർബാന തുടങ്ങിയില്ലായിരുന്നു, ഞങ്ങൾ നേരത്തെ പോയി. അപ്പോൾ ഞാൻ എടുത്തിട്ട് പോയി പുറത്തിരുന്ന് സംസാരിച്ചപ്പോൾ പറയുന്നത് മോൻ എന്തെടുക്കണം എൻ്റെ ചോദിച്ച്. ഞാൻ പറഞ്ഞ് വെറുതെ ഇരിക്കുക, ഓക്കെ ഒരു ജോലിയുണ്ട് ഞാൻ പറയാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പം തന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ജനുവരി മാസത്തിൽ അവന് ട്രെയിനിങ്ങിന് വരാൻ പറഞ്ഞ് 10 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ ആ കമ്പനി തന്നെ നല്ല ഒരു ജോലിയും കിട്ടി, നല്ല ശമ്പളത്തും കൂടി. അവൻ്റെ കോറിൽ തന്നെ ഇലക്ട്രോണിക്സ് പഠിച്ചതിൻ്റെ അത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനി, അത് ഡയഗ്നോസ്റ്റിക്സ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ മാനുഫാക്ചറിങ് കമ്പനിയിൽ തന്നെ ജോലി കിട്ടി. ഇപ്പോൾ നല്ല ഒരു രീതിയിലിരിക്കുക. പിന്നെ അമ്മയുടെ ഗിഫ്റ്റാണ് ഇതൊക്കെ. ഭയങ്കര ഡിസംബർ 7-ാം തീയതി തന്നെ എനിക്ക് കാൾ വന്നതിന് ഭയങ്കര സന്തോഷം. അത് ഒരു പെരിയ ഇതാണ്. പിന്നെ 3ാമത്തേത് എൻ്റെ മോൾക്ക് കാനഡയിൽ പോകണമെന്ന് ആഗ്രഹം. അപ്പോൾ BTech IT കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് കാനഡയ്ക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ആ ആഗ്രഹം തള്ളി നിന്നു. ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ CEO ചൈനീസാണ്, ഡോക്ടർ കാത്രിൻ ചെൻ, അമേരിക്കയിലെ സ്റ്റേ. അവർ എപ്പോൾ വന്നാലും ഞാൻ കൂടെ പോകും. അവരുടെ കൂടെ എവിടെ പോകണമെങ്കിലും ഞാൻ മീറ്റിങ്ങിന് അവിടെ ഇവിടെ എല്ലാം ഞാൻ കൂടെ പോകും. അപ്പോൾ ഞാൻ ആ വണ്ടി ഓടിക്കണം. അവർക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു മകളെ എന്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞ് അവൾക്ക് കാനഡ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് വെറുതെ വിട്ട്. പിന്നെ പിറ്റേ ദിവസം അത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കാനഡ പോകാൻ പറ്റിയില്ല. 2023 ഞങ്ങൾ റാലി കൂടി. ആ റാലി കൂടിയിട്ട് അവ നാട്ടിൽ പോയിട്ട് ഇരിക്കുമ്പോൾ അടുത്ത മാഡം വന്നിട്ട് ചോദിച്ച് എൻ്റെ അടുത്ത് മോൾ കാനഡ പോയാ ഇല്ലയാ എന്തോ ചോദിച്ചു.
ഞാൻ പറഞ്ഞ് പോയില്ല. എന്താ, അവർക്ക് അയർലാൻഡിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ്. അയർലാൻഡാ? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് കൺട്രി, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞു വിടുന്നില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, വാട്ട് യു തിങ്ക്, ഐ വിൽ ഗീവ് 50%. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷാക്ക്. ഞാൻ അപ്പോൾ ഓർത്തതാ മാതാവിനെ. അയ്യോ, എനിക്ക് അനുഗ്രഹം കിട്ടിയല്ലോ മാതാടെ. 50% പൈസ എന്ന് പറഞ്ഞാൽ പകുതി 50 ഞാൻ എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ, മാതാവ് തരും. ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പിന്നെ ആ 50% പൈസയും അങ്ങനെ അങ്ങ് ഒപ്പിച്ചിട്ട് ഇപ്പോൾ മോള് അയർലാൻഡിൽ പോയി സ്റ്റഡീസ് ഇപ്പോൾ കഴിഞ്ഞില്ല. ഓഗസ്റ്റിൽ ഫൈനൽ എക്സാം ഓർമ്മയുണ്ട്. അത് എഴുതി കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടും. ഇതും ഒരു കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന കൂടി. തൈറോയിഡിന് ഉടമ്പടി വസ്തുക്കളെല്ലാം തേച്ചിട്ടാണ് അതെല്ലാം ഗുണമായത്. അതേപോലെ തന്നെ മോൾക്ക് ഞങ്ങൾ എല്ലാം പ്രാർത്ഥിച്ച് വീട്ടിലെല്ലാം ഉടമ്പടി വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് 2 പേർക്കും മോന് ജോലി കിട്ടിയതും മകൾക്ക് അത് വിസ കിട്ടി എല്ലാം സുഖമായിട്ട് ഇരിക്കുന്നതും. കാരുണ്യ പ്രവർത്തന ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകുന്ന തമിഴ് പത്രം എൻ്റെ ഓഫീസിലുള്ള എല്ലാവർക്കും പോയി ഇങ്ങനെ ചോദിക്കും. ഞാൻ ഫസ്റ്റ് വായിക്കുമോ, അങ്ങനെ ചോദിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. എന്താണെന്നറിയാം, അവർ നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുത്താൽ അവർ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യും. എനിക്ക് എൻ്റെ വൈഫ് പറഞ്ഞു അങ്ങനെ ഒന്നും കൊടുക്കണ്ട, വായിക്കുവാണെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൊളീഗിനെ ഞാൻ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ അവർ പത്രം മേടിച്ചിട്ട് വീട്ടിൽ പോയി മൊത്തം പഠിച്ചിട്ട് പിറ്റേ ദിവസം ഒന്നും വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, റെക്സ് സാർ, പത്രത്തിൽ ഇരിക്കുന്ന കണക്ക് തന്നെ ഇപ്പോൾ എൻ്റെ സ്റ്റേജാണ്. എനിക്ക് എന്ത് ആവശ്യമുണ്ടോ അത് തീരുമാനം ഈ പത്രത്തിൽ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ അതും എനിക്ക് ഒരു സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ പള്ളി എവിടെ ചെന്നൈയിലുള്ള എല്ലാ പള്ളിയും പോകും. പിന്നെ അടുത്തുള്ള പള്ളികളെല്ലാം പോകുമ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും ഞങ്ങൾ തമിഴ് പത്രം കൊടുക്കും. അവർ ചിലവർ വേണ്ടെന്ന് പറയും, അവർക്ക് ഞങ്ങൾ കൊടുക്കത്തില്ല. കൊടുത്തിട്ട് ഞങ്ങൾ പറയും കളയണ്ട, വായിച്ചാൽ മാത്രം മേടിച്ചോ, വായിക്കണമെങ്കിൽ മേടിച്ച മൊത്തം എത്തിക്കോ, അല്ലെങ്കിൽ തിരിച്ച് ഞങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പത്രം എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കും. പ്രെയർ ലൈഫ് രാവിലെ ഡെയിലി ബ്രെഡ് എപ്പോഴും രാവിലെ 5:30 മണിക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ എണീച്ച് കൂടും. പിന്നെ ആഴ്ചയിൽ അച്ഛൻ്റെ പ്രാർത്ഥനയെല്ലാം കൂടും. ഞായറാഴ്ചയിൽ പള്ളിയിൽ പോവും. എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോവും. കുടുംബ പ്രാർത്ഥന വീട്ടിൽ വൈകുന്നേരത്തിൽ ഞങ്ങൾ ചൊല്ലും. ബൈബിൾ വായിക്കും 6 മണിക്കൂർ. റെഗുലറാக കുമ്പസാരിക്കും. എല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയതിന് പരിശുദ്ധ മാതാവുക്കും ദൈവത്തിന് നന്ദി. ഇനിയും മുന്നോട്ട് ഇല്ലേ, ഇനി ഇത് മുതൽ ഞങ്ങൾ എല്ലാം പ്രാർത്ഥനയിലാണ്. ഞങ്ങൾ ഇപ്പോൾ എല്ലാ വർഷവും ഇവിടെ റാലിക്ക് വരും, എല്ലാ പ്രാർത്ഥനയ്ക്ക് കൂടും. ഇനി നമ്മൾ മാതാവ് സന്തോഷമായിട്ട് ഞങ്ങളെ വച്ചിരിക്കുന്നു പറഞ്ഞ് ഭയങ്കര ഉറപ്പുണ്ട്. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:4-5 വചനങ്ങളാണ്. ഉടമ്പടി ഒരു വിളിയാണ്, ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഒരു സമർപ്പണം, കർത്താവിൽ ആനന്ദിക്കാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനുമുള്ള ഒരു വിളി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളുമെല്ലാം ഓൾ സറണ്ടർ ടു ഗോഡ് ഇൻ ഉടമ്പടി, എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുള്ള ഒരു വിശ്വാസ ജീവിതമാണ് ഉടമ്പടി. ദൈവത്തിൽ ആനന്ദം കൊള്ളുമ്പോൾ, ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. ഉടമ്പടി ജീവിതം തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഭയമില്ലാതാകും. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ദൈവമാണ്. നമ്മെ സംരക്ഷിച്ച് നമ്മെ വഴികാട്ടി നടത്തുന്ന ഒരു അമ്മയാണ് കൃപാസനം അമ്മ. എലിസബത്തും റെക്സും കുടുംബാംഗങ്ങളും മക്കളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് 10 വർഷമുണ്ടായിരുന്ന തൈറോയ്ഡ് എന്ന അസുഖമാണ്. ഡോക്ടർ പറഞ്ഞത് ജീവിതകാലം മുഴുവനുള്ള ട്രീറ്റ്മെൻറ്റാണ്, മരുന്ന് കഴിക്കണമെന്നാണ്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി തേനും
ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തൈറോയ്ഡ് എന്ന അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 1 അല്ല 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിപ്പോൾ അത് കൺഫേം ആയതാണ് തൈറോയ്ഡ് എന്ന അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയെന്ന്. അത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹമാണ് ഈ അസുഖത്തിൽ നിന്നുള്ള സൗഖ്യം. പിന്നീട് പറഞ്ഞത് മോൻ്റെയും മകളുടെയും കാര്യമാണ്. മകന് പഠിത്തം കഴിഞ്ഞ്, അതായത് ബിടെക് IT കഴിഞ്ഞ്, മോളുടെ കാര്യമാണ്, ബിടെക് IT കഴിഞ്ഞ് കാനഡയ്ക്ക് പോകാനായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം, ബുദ്ധിമുട്ടുകൾ കാരണം സ്വന്തം അച്ഛന് ആ ആഗ്രഹം നിറവേറ്റാൻ സാധിച്ചില്ല. പിന്നീട് പരിശുദ്ധ അമ്മയോട് തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ തന്നെ ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയാണ് ഒരു സിയോയുടെ രൂപത്തിൽ. അതും വഴിയിൽ വെച്ച് പോകുന്ന വഴിയിൽ വെറുതെ സിയോ ചോദിക്കുകയാണ് മകൻ എന്തെടുക്കുകയാണ് എന്ന്, മകൾ എന്തെടുക്കുകയാണ് എന്ന്. അപ്പോഴാണ് പറയുന്നത് മകളുടെ ആഗ്രഹവും അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാത്ത അവസ്ഥയും അച്ഛൻ പറഞ്ഞപ്പോൾ സിയോ തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ സഹായിക്കാം 50%. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കർത്താവിൽ ആനന്ദിക്കാനുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മൾ ആരുമില്ല, എങ്ങനെ മുന്നോട്ട് പോകും, ഒരു വഴിയില്ല എന്ന് തോന്നുമ്പോൾ അമ്മയുടെ ഇടപെടൽ ഇങ്ങനെയൊക്കെയാണ്. ഓരോ വ്യക്തികളിൽ കൂടെ, പല സാഹചര്യങ്ങളിൽ കൂടെ. അങ്ങനെ ആ സിയോയിൽ കൂടെ ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയും മകൾക്ക് പഠിക്കുവാൻ പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുമെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകളിപ്പോൾ MSc ഫൈനൽ ഇയർ പഠിക്കുകയാണ്. ഓഫർ ലെറ്ററും വിസയും എല്ലാം റെഡിയാക്കി കൊടുത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്നിരിക്കുന്നത്. മോൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. BE ഇലക്ട്രോണിക് കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ജോലിക്ക് വേണ്ടി കാത്തിരുന്നു. അവിടെയും ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റ് എന്ന് വെച്ചാൽ 1 വർഷത്തോളം കാത്തിരുന്നു. മെറിറ്റില്ലാത്ത സമയത്ത് അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലാണ്. പെട്ടെന്ന് തന്നെ ഒരു ജോലി ശരിയാവുകയാണ്. പള്ളിയിൽ വച്ച് ഡിസംബർ 7-ാം തീയതി, അതും ഡിസംബർ 7 പരിശുദ്ധ അമ്മയുടെ ദിവസമാണ്. പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോഴൊരു ഫോൺ വരികയാണ്. അത് അമ്മ തന്നു എന്നുള്ള ഒരു വലിയ അടയാളമാണ്. ഈ മകൻ്റെ ഒരു ഹൈ സാലറിയിൽ നല്ലൊരു കമ്പനിയിലേക്കാണ് ജോലി ലഭിച്ചത്. ഡിസംബർ 7 എന്ന നമ്പറിൽ ഡേറ്റിൽ വന്നെങ്കിൽ അത് അമ്മയുടെ ഒരു ഗിഫ്റ്റാണ്. അമ്മയുടെ ഒരു ഇടപെടലിൽ കൂടിയാണ് ഈ മകനിന്ന് നല്ലൊരു ജോലി ലഭിച്ചത്. ഈ മകൾക്കുള്ള ജോലിയുടെ കാര്യവും പറഞ്ഞത്, പഠിത്തത്തിൻ്റെ കാര്യവും പറഞ്ഞത് ജഖണ്ഡ ജോമാല റാലിക്ക് ശേഷമാണ്. ഈ 2 കാര്യം, മകൻ്റെ കാര്യവും മകളുടെ കാര്യവും എല്ലാം സാധിച്ചു കിട്ടിയതെന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവമാണ്. നിൻ്റെ ജീവിതം കർത്താവിന് ഭരം ഏൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്നെല്ലാം നോക്കിക്കൊള്ളുമെന്നാണ് സങ്കീർത്തനം 37 പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അവിടത്തോട് ചേർത്ത് നിൽക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വഴികളും ഭാവിയും കർത്താവിനെ ഏൽപ്പിക്കാം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എലിസബത്തിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോപ്പനും കൃപാസനം മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അമ്പിളി. ഞാൻ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് നിന്നുമാണ് വരുന്നത്. ഇതെൻ്റെ മകൻ ഗോപിനാഥാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2025 മാർച്ച് 22-ാം തീയതിയാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ ഒരു രോഗസൗഖ്യത്തിൻ്റെ ഇതിൽ പറയാനാണ്. ഉപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ ന്യൂറോ സംബന്ധമായ പ്രശ്നത്തിന് അവിടെ OPയിൽ ഇരുന്ന സമയത്ത് കൊല്ലത്തു നിന്നും ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് പള്ളിയിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വായിൽ വന്നത് കൃപാസന മാതാവിനെ കുറിച്ചാണ് വന്നത്. അപ്പോൾ അവർ ഉടനെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് യൂട്യൂബ് എടുത്ത് എൻ്റെ അടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് അവിടുത്തെ പള്ളിയാണ്, അത് ഉടമ്പടി സാക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം കാണിച്ചു തന്നു. അതെല്ലാം ഞാൻ കണ്ടു. അങ്ങനെയാണ് ഞാനിവിടെ പിറ്റേന്ന് ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നെ എൻ്റെ കഴുത്തിൽ, എൻ്റെ തലയ്ക്കകത്ത് ഒരു മുഴ ഉണ്ടായിരുന്നു. ഇടത്തെ കണ്ണിനകത്ത്
തലയ്ക്കകത്തൊരു മുഴയുണ്ടായിരുന്നു. അത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത് കാര്യമാണ്. പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ 100% എനിക്കത് ജീവനോട് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് ഓപ്പറേഷൻ ചെയ്തില്ല. ഞാൻ ഡോക്ടറോടത്ത് പറഞ്ഞ് ഞാൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് മരുന്ന് കഴിച്ച് ഞാൻ നടക്കാമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ അവിടെ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ആളുമായിട്ട് കൃപാസനത്തെ പറ്റി അറിഞ്ഞത്. പിന്നെ അമ്മയുടെ നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് മാറിക്കിട്ടി. എൻ്റെ കണ്ണിനകത്തുള്ളൊരു മുഴ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ കയ്യൊപ്പ് ശുശ്രൂഷയിൽ കൂടി എനിക്കത് മുഴ മാറിക്കിട്ടുകയും അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാതിരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വലത്തെ കണ്ണിനകത്ത് പെട്ടെന്നുണ്ടായ ഞാൻ സൂര്യപ്രകാശത്തിൽ ഒത്തിരി നേരം നോക്കിക്കൊണ്ട് നിന്ന സമയത്ത് അതെനിക്ക് നോക്കിക്കൊണ്ട് നിന്നിട്ട് ഞാൻ അകത്തോട്ട് കയറിപ്പോയപ്പം പിന്നെ എനിക്ക് കണ്ണ് കാണാൻ പറ്റാതെയായി. കണ്ണ് അങ്ങനെ ഓളം വെട്ടുന്നത് പോലെ ആയി. കണ്ണിലൊരു കൺകോട്ടിയും വന്ന് നമ്മൾ വെട്ടത്തു നിന്നും ഇരുട്ടത്തോട്ട് പോയിരുന്നാലും അവിടെ നല്ല പ്രകാശം പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. ഈ കണ്ണിലങ്ങ് പലവിധ നിറത്തിലുള്ള കളറുകൾ കാരണം എനിക്കത് കാണാൻ പറ്റാതെ ആയിപ്പോയി. അങ്ങനെ ഞാൻ ഒരു കണ്ണ് ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറും ഇതുപോലെ കണ്ണിനകത്ത് ഒരു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിനും ചെയ്താലും അതിനും ഒരു ഉറപ്പ് പറയാൻ പറ്റൂല. അങ്ങനെ ഞാൻ ഈ നേർച്ച വസ്തുക്കൾ തന്നെയാണ് ഞാനത് വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി അത് കണ്ണിൽ തേച്ചും എടുത്ത് എനിക്കത് പൂർണ്ണമായിട്ട് മാറ്റിത്തന്നു. പിന്നെ ചെറുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് രോഗസൗഖ്യങ്ങൾ മാറ്റിത്തന്നു. 10-20 വർഷം കൊണ്ട് ഞാൻ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഹോർമോണിൻ്റെ ഗുളിക കഴിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഷുഗർ കൂടുതലായി. അങ്ങനെ വന്ന് എൻ്റെ ശരീരത്തിൽ നിന്നും ഷുഗർ പോകാതെയായി. ഞാൻ ഈ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളിൽ ഉപ്പ് കഴിക്കുകയും എന്ത് വെള്ളം കുടിച്ചിരുന്നാലും ഞാൻ അതിൽ വരുന്നുള്ളൂ ഉപ്പിട്ട് ഞാൻ കുടിച്ചതിൻ്റെ ഫലമായിട്ട് 20 വർഷം കൊണ്ട് മാറിപ്പോകില്ല എന്ന് പറഞ്ഞ ഷുഗർ എനിക്ക് പൂർണ്ണമായി എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. എങ്കിലും ഞാൻ ഇന്നും ആ ഉടമ്പടി വസ്തുക്കൾ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ചുമ വന്നാൽ പോലും തേൻ ഒരുന്നുള്ളെടുത്ത് വായിൽ വെച്ച് ഞാൻ അത് കഴിക്കുമായിരുന്നു. പിന്നെ എൻ്റെ മോൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് മോൻ തന്നെ പറയും. എൻ്റെ പേര് ഗോപിനാഥ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ശ്രീകാര്യത്തു നിന്ന് വരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വൈറസ് ബാധിച്ചിരുന്നു. ആ വൈറസ് വയറ്റിൻ്റെ അവിടെ മുതൽ കാലിൻ്റെ തുടേൻ്റെ അവിടം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇത് ചെറുതായി വന്നപ്പോൾ ഞാൻ വിചാരിച്ച് കൊതു ഉറുമ്പോ എല്ലാം കടിച്ച് അയക്കുന്നു. പിന്നെ അത് കൂടി ചൊറിച്ചിലായി തൊലിയൊക്കെ ഇളവാൻ തുടങ്ങി. നല്ല ചുവപ്പ് കളറിലൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടറിൻ്റെ അടുത്ത് കാര്യം പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒരു തരം വൈറസാണ്, ഇത് പടരത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓയിൽമെൻറ്റും തന്നു, ഒരു ലോഷൻ മാതിരിയുള്ള ഇതും തന്നു. അങ്ങനെ അതൊക്കെ പുരട്ടിയിട്ട് എനിക്കൊരു യാതൊരു കുറവും ഇല്ലായിരുന്നു. അങ്ങനെ അമ്മ സന്ധ്യാപ്രാർത്ഥന അമ്മ ചൊല്ലുമ്പോഴേക്കും ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്നിരുന്ന് അമ്മേരോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അമ്മ എനിക്ക് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി എണ്ണയും എനിക്ക് തേച്ച് തരുമായിരുന്നു. അങ്ങനെ തൈലം എനിക്ക് തേച്ച് തരുമായിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് എൻ്റെ വൈറസിലെല്ലാം പൂർണ്ണമായി എൻ്റെ വയറ്റിൽ നിന്ന് മാറിയിരുന്നു. പിന്നെ വന്നത് എനിക്ക് പറയാനുള്ളത് എൻ്റെ 8ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷയ്ക്ക് എൻ്റെ പരിശുദ്ധ അമ്മയും തിരുകുമാരനും എന്നെ ഫുൾ A+ഓടുകൂടി എന്നെ ജയിപ്പിച്ചു തന്നു. അതിന് എൻ്റെ യേശുവപ്പനോട് എൻ്റെ തിരുകുമാരനോട് എൻ്റെ പരിശുദ്ധ അമ്മയോട് കോടാനുകോടി നന്ദി പറയുന്നു. ഇപ്പം ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പരീക്ഷയ്ക്ക് എൻ്റെ 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്ന അമ്മ രാവിലെ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴത്തേക്ക് അമ്മയുടെ കൂടെ ചെന്നിരുന്ന് അമ്മ എനിക്ക് പ്രമാണവും ചൊല്ലി ഉടമ്പടി തൈലവും എനിക്ക് നെറ്റിയിൽ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് എനിക്ക് തേനും ഉപ്പും തന്ന് എൻ്റെ തലേൻ്റെ അവിടെയായിട്ട് ഉപ്പും വച്ചെന്ന് ഞാൻ പോകുമ്പം കഴുത്തിൽ കൊന്തയിട്ട്
കാശുരൂപം വച്ചുകൊണ്ടാണ് ഞാൻ പോവാറ്. അങ്ങനെ പോയി എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ എല്ലാ പരീക്ഷയ്ക്കും എനിക്ക് നല്ല മുൻ വിജയത്തോടെ എനിക്ക് ജയിക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ 15 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ ചോദിച്ചു ഇതെങ്ങനെ മാറിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഇതേപോലെ കൃപാസന അമ്മയുടെ അവിടെ വന്ന് അവിടുത്തെ ഉടമ്പടി തൈലവും എല്ലാം അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തേച്ചിട്ടാണ് എനിക്കിത് മാറിയെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് ചോദിച്ച് ഹിന്ദു ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കൃപാസന അമ്മ എനിക്ക് എല്ലാം മാറ്റി തന്നത്. എൻ്റെ യേശു അപ്പനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പത്രം എല്ലാ ബസ് സ്റ്റാൻഡുകളിലും, ഞങ്ങളുടെ അങ്ങോട്ടുള്ള ബസ് സ്റ്റാൻഡുകളിലും, ഓട്ടോ സ്റ്റാൻഡുകളിലും, വീടുകളിലും, ബാങ്കുകളിലും ഞാൻ എവിടെ പോവോ അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊടുത്ത് എൻ്റെ അനുഭവം പറഞ്ഞ് തന്നെ അവരോട് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒരുപാട് സ്ഥലത്തൊന്നും ഞാൻ പോയിട്ടില്ല. ഒരു ആറ്റിങ്ങിലുള്ള കരുണാലയം എന്ന സ്ഥലത്ത് പോയി അനാഥരെ കണ്ടു. അവിടെ ഞങ്ങൾ 2-3 പേര് കൂടെ ചേർന്ന് ഷെയർ ചെയ്ത് അവിടെ കുറച്ച് സാധനങ്ങളെല്ലാം കഴിഞ്ഞ മാസം വാങ്ങിക്കൊടുത്തു. അതിൻ്റെ മുന്നേ വർഷം ഞാൻ ഒരു ഓണത്തിന് കൊഞ്ചിറവിള, തിരുവനന്തപുരത്ത് കൊഞ്ചിറവിള എന്നുള്ള സ്ഥലത്ത് അനാഥ മന്ദിരത്തിൽ കുറേ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുത്തു. കുറേ 15 കിലോ അരി വാങ്ങിച്ച് കൊടുത്തു. എന്നാൽ കഴിയുന്ന എൻ്റെ കൈക്ക് വരുന്ന കാശിനനുസരിച്ച് ഞാൻ എൻ്റെ വീട് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ അവർക്ക് പാവങ്ങൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പ്രാർത്ഥന ജീവിതവും ഞാൻ ഉടമ്പടി ധ്യാനം, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും. ഉപവാസം എടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് വയ്യാതായതിനുള്ള അത് എടുക്കാൻ പറ്റിയില്ല. ജപമാല ചൊല്ലും, ബൈബിൾ വായന ഉണ്ട്, അതൊന്നും മുടങ്ങാറില്ല. അതെല്ലാം ചെയ്യും. 5:30 മണിക്കുള്ള ഡെയിലി ബ്രെഡും അത് മുടങ്ങാറില്ല. 7 മണിക്കുള്ള സന്ധ്യാപ്രാർത്ഥനയും എല്ലാം ഞാൻ ചൊല്ലാറുണ്ട്. ഇപ്പോൾ അമ്മമ്മയും മണക്കമാസത്തിൻ്റെതും അതും ഞാൻ ചൊല്ലാറുണ്ട്. ഇനി എൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് അവസാനം വരെയും കൃപാസന അമ്മയുടെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് എനിക്കാഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അമ്മയ്ക്കും ഈശോപ്പനും 1000 നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. പ്രശ്നങ്ങൾ വന്നാലും തളരാതെ മുന്നോട്ട് നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ഒരു ദൈവാനുഭവമാണ് ഓരോ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ജോലി പ്രശ്നമാവാം, രോഗാവസ്ഥയാവാം, സാമ്പത്തിക തകർച്ചയാവാം. ദൈവം ഒരു വഴി തുറന്നു തരും എന്നൊരു വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. രോഗാവസ്ഥയിൽ, ജോലിയില്ലായ്മയിൽ, രോഗാവസ്ഥയിൽ സുഖം പ്രാപിക്കുമെന്നും ജോലിയില്ലായ്മയിൽ ജോലി കിട്ടുമെന്നുമുള്ള ഒരു പ്രത്യാശ, ഒരു വിശ്വാസം, ഒരു ഉറപ്പാണ്. കാരണം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്, ദൈവകൃപയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തിൽ തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമുക്ക് സമർപ്പിക്കാം. അമ്പിളി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ഈ മകള് കണ്ണീരോടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് രോഗസൗഖ്യമാണ് ലഭിച്ചത്. സർജറി വേണമെന്ന് പറഞ്ഞ രോഗങ്ങളായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്ക് സർജറി കൂടാതെ രോഗസൗഖ്യം ലഭിക്കുകയായിരുന്നു. അതുകൂടാതെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴിയും ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. നമുക്കറിയാം, ജോസഫ് അച്ഛൻ പലപ്പോഴും പറയുന്നുണ്ട് 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആത്മീയതയിലാണ് അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷെങ്കിൽ ഇത് 40 വർഷമല്ല, അച്ഛൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള ആത്മീയതയുടെ ഒരു പാതയാണ്
നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. അങ്ങനെ ഈ മകളും വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിക്കുകയും സൈത്ത് തേച്ച് അച്ഛൻ അമ്പിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് സർജറി കൂടാതെ പൂർണ്ണ സൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തിൽ ലഭിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതുപോലെ തന്നെയാണ് മകൻ ഗോപിനാഥ്, കൊച്ചു പയ്യനാണ്. ഈ ചെറുപ്പകാലത്ത് തന്നെ, ഈ കൊച്ചു പ്രായത്ത് തന്നെ ഈ മകന് ഒരു നല്ലൊരു വിശ്വാസത്തിൻ്റെ ഒരു വഴിയിലേക്കാണ് ഈ സ്വന്തം അമ്മ അമ്പിളി ഈ മകനെ കൊണ്ടുപോകുന്നത്. കാരണം ഈ ചെറുപ്പകാലത്ത് തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഉടമ്പടി എടുത്തവരെ പോലെ തന്നെ ഈ അക്രൈസ്തവരായ ഈ കൊച്ചുമകൻ ഗോപിനാഥ് അമ്മയോട് കൂടെ ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മ കൃപാസന അമ്മയെപ്പറ്റി അറിയാനും ദേവകുമാരനോട് ചേർന്ന് നിന്ന് ആ ഈശോയുടെയും അമ്മയുടെ സ്നേഹം അറിയാൻ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഈ മകന് സാധിച്ചു. അതും ഈശോയുടെ ഒരു വലിയ കൃപയാണ്. ഈ അമ്മയാണ് വിശ്വാസ കൈമാറ്റം കൊടുക്കുന്നത്. നാം മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുമ്പോഴും മറ്റുള്ളവരെ പറ്റി അറിയാത്തവരെ അറിയിക്കുമ്പോഴും അറിഞ്ഞവരെ ആഴപ്പെടുത്തുമ്പോഴും സ്വന്തം കുടുംബത്തിൽ നിന്നാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഈ കൊച്ചു പ്രായത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചു മോൻ തന്നെ കഴുത്തിൽ കൊന്തയിട്ട് ഡോക്ടറിനെ തന്നെ അതിശയിപ്പിച്ച് പറയുകയാണ്, ഞാൻ കൃപാസനത്തിൽ പോകുന്നു, ഈശോ ദേവകുമാരനും കൃപാസനം അമ്മയുമാണ് എന്നെ സുഖപ്പെടുത്തിയെന്ന് വിളിച്ചു പറയാൻ ഈ കൊച്ചു പ്രായത്തിൽ സാധിച്ചതെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനമാണത്. ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയും ആ ഡോക്ടർ തന്നെ അതിശയിച്ചു പോവുകയാണ്. ഈ കൊച്ചു ചെറുപ്പകാലത്ത് ഈ അക്രൈസ്തവനായ ഈ കൊച്ചു മകൻ ഗോപിനാഥ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന സ്വന്തം അനുഭവങ്ങളും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ആ ആഗ്രഹവും പരീക്ഷയുടെ റിസൾട്ടും ഈ മകൻ പറയുന്നത്, എനിക്ക് പഠിക്കുവാൻ അത്ര കഴിവില്ലായിരുന്നു, പക്ഷെങ്കിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് സ്വന്തം അമ്മ കുരിശ് വരച്ച് ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് എന്നെ സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ വിടുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ പോവുകയാണ്, എനിക്കെല്ലാം A+ കിട്ടിയെന്നാണ് ഈ കൊച്ചുമകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൊച്ചു കുട്ടികളെയും വിശ്വാസത്തിലേക്ക് നമുക്കും അവരെ മുന്നോട്ട് നയിക്കാം. കൊച്ചു കൊച്ചു പ്രേക്ഷിതർ വലിയ വലിയ പ്രേക്ഷിതരായി ഈശോയുടെയും അമ്മയുടെയും മക്കളായിട്ട് ജീവിതത്തിൽ കൂടുതൽ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് നമുക്കും വിശ്വസിക്കാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വസ്തതയാണ് കൂടുതൽ ആവശ്യം. വിശ്വാസത്തെക്കാൾ കൂടുതൽ വിശ്വസ്തതയും ആത്മാർത്ഥതയുമാണ് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമ്പിളിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മാ മറിയ മാത്യു, ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. എന്നെ ഈ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയ ദൈവമാതാവിനും ഈശോനാഥനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഞാൻ പ്രധാനമായി 2 സാക്ഷ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ പഠന മേഖലയിലെ സാക്ഷ്യമാണ്. ഞാൻ ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്നത് മെയ് 2025 BA ഓണേഴ്സ് ഇൻ ലീഗൽ സ്റ്റഡീസിലാണ് ഞാൻ ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്നത്. ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ഉടനെ തന്നെ എനിക്ക് ഒരു അനിശ്ചിതാവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണം, അടുത്തത് എന്ത് ആകും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ മരിയൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുന്നതും മരിയൻ ഉടമ്പടി ജീവിതം ഞാൻ സ്വീകരിക്കുന്നതും. അതിനുശേഷം ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് ഇൻ ലോ LLM-ന് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഓഫർ ലെറ്റേഴ്സ് വന്നു. യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയാണ് എനിക്ക് ആദ്യമായി ഓഫർ ലെറ്റർ തരുന്നത്. കഴിഞ്ഞ മാർച്ച് 2026 എനിക്ക് ഇറാസ്മസ് യൂണിവേഴ്സിറ്റി ഓഫ് റോട്ടർഡാമാണ് അവസാനമായി എനിക്ക് ഓഫർ ലെറ്റർ തരുന്നത്. അപ്പോൾ ഈ അപ്ലൈ ചെയ്തിട്ട് ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്ലൈ ചെയ്തതുകൊണ്ട് കിട്ടി എന്ന് വിചാരിക്കുന്നതല്ല. ഇതൊരു അത്ഭുതമാകുന്നതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച കോഴ്സ് ഒരു സാധാരണ LLB ആയിരുന്നില്ല. ഞാൻ പഠിച്ച കോഴ്സ് ഒരു BA ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു കോഴ്സായിരുന്നു. ഒരു കൺവെൻഷണൽ LLB അല്ല ഞാൻ ഹോൾഡ് ചെയ്തത്. അപ്പം നാച്ചുറലി എനിക്ക് ഒരു LLM അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഇൻ ലോയ്ക്ക് ഞാൻ എലിജിബിൾ അല്ല. പക്ഷേ മാതാവ് എനിക്ക് വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റീസാണ് ഇറാസ്മസ് റോട്ടർഡാം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെ എനിക്ക് മാതാവ് അഡ്മിഷൻ തരികയും അവിടെ LLM ഇൻ ഇൻ്റർനാഷണൽ ആൻഡ് യൂറോപ്യൻ ലോയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള ഓഫർ ലെറ്റർ തരികയും ചെയ്തു.
ഇതിനോടൊപ്പം തന്നെ ഞാൻ IELTS-ൻ്റെ ടെസ്റ്റ് എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. IELTS-ൻ്റെ ടെസ്റ്റ് എഴുതുമ്പോൾ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചാണ് ഞാൻ പോയത്. എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് C1 ആയിരുന്നു എൻ്റെ റിസൾട്ട്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ സാമ്പത്തിക മേഖലയിലുള്ള സാക്ഷ്യമാണ്. എൻ്റെ കുടുംബം ധാരാളം കടബാധിതകളായി വിഷമിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷേ അതിലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. എവറിത്തിങ് വാസ് അണ്ടർ പ്രൊവിഡൻസ്. ഹീ വാസ് there with us through thick and thin. അപ്പോൾ ഞങ്ങൾക്ക് 40 ലക്ഷത്തോളം കടം ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. കഴിഞ്ഞ ഒക്ടോബർ 22-ന് എല്ലാ കടങ്ങളും വീട്ടാൻ ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. 26 ഒക്ടോബർ 2025 എൻ്റെ വീട് ജപ്തിയായിരിക്കാൻ പോവുകയായിരുന്നു. ഒക്ടോബർ 22-ന് എല്ലാ ലോൺസും സെറ്റിൽ ചെയ്യാൻ അമ്മ ഈശോയും എനിക്ക് നടത്തി തന്നു. പിന്നെ ഈ സെറ്റിൽമെൻറ്റ് എൻ്റെ മണി വന്നത് ഒരു 30 ഇയേഴ്സിൻ്റെ ഒരു കേസ് സെറ്റിൽ ചെയ്തിട്ടാണ്. അതിൻ്റെ ആ 30 ഇയേഴ്സ് നടക്കാതിരുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഒരു വിത്തിൻ 2-3 months ദിസ് വാസ് ഗെറ്റിംഗ് സെറ്റിൽഡ്. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ധാരാളം അനുഭവങ്ങൾ എനിക്ക് മാതാവ് ഈശോയും എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് നിരന്തരമായുള്ള ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത് യു ആർ മൈൻ ആൻഡ് ഐ എം ഹിസ് എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലും. എന്നോട് ഈശോ സംസാരിക്കുമ്പോൾ ഒക്കെ ഈശോ നിരന്തരമായി എന്നോട് പറയുന്നത് യു ആർ മൈൻ ആൻഡ് ഐ എം യോസ് എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം, ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം മാക്സിമം എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ പാലിക്കാൻ ഞാൻ ശ്രമിച്ചു. ദിവസം ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും കുമ്പസാരം മുടങ്ങാതെ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും പത്രവിതരണം സാധിക്കുന്നത്രോളം ഞാൻ വിതരണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ആദ്യമൊക്കെ എനിക്ക് പാടായിരുന്നു പത്രം വിതരണം ചെയ്യാൻ. കാരണം ആൾക്കാർ അത് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ റിജക്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഹ്യൂമിലിയേഷൻ അത് എനിക്ക് ആദ്യം ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചില്ല. പിന്നെ എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അനിയത്തിയും എന്നെ സഹായിച്ചു. അപ്പം അവരോടൊപ്പം എനിക്ക് ഞാൻ അവസാനമായി ഞാൻ ഉടമ്പടി പത്രം കൊടുക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അമ്മയെ കൃത്യ ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കണേ, എന്നെ കാണുന്നവർ ഈശോയെ കാണട്ടെ എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് ഞാൻ കൊടുക്കാൻ ശ്രമിച്ചത്. അങ്ങനെ കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അത് കുറച്ചുകൂടെ എളുപ്പമായി മാറി. ഞാനിപ്പോഴും ഉടമ്പടി ജീവിതമാണ് നയിക്കുന്നത്. എനിക്ക് ഇതിലൂടെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ തകർന്ന് തരിപ്പണായിരിക്കുമ്പോഴും നമ്മുടെ കൂടെ ഈശോ ഉണ്ട്. ഹീ ഈസ് ദ പ്രൊവൈഡർ, ഹീ ഈസ് ദ ഹീലർ, ഹീ ഈസ് മൈ എവറിത്തിങ് എന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഒരു രീതിയിലും ഹി വാസ് മൈ ആമർ. നമ്മൾ ഒരു പടച്ചട്ട അണിയുന്നത് പോലെ ഹി വാസ് ദി ആമർ ദാറ്റ് ഷീൽഡഡ് മീ ഫ്രം എവറിത്തിങ് ത്രൂ thick and thin. എനിക്ക് വേറെ ഒരു ആത്മീയ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ക്ഷമ എന്നുള്ള ഒരു അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. ക്ഷമിക്കാൻ എനിക്ക് പലരോടും ദേഷ്യം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ആർഗ്യുമെൻറ്റേറ്റീവാണ് ഞാൻ. അപ്പം ആൾക്കാരോട് തർക്കിക്കുകയും അവരെ ഒഫൻഡ് ചെയ്യുകയൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ തിരിച്ചും അവർ തർക്കിക്കുമ്പോഴത്തേക്കും ഞാനും ഒഫൻഡഡ് ആവും. അപ്പം ഞാൻ അവരെ വെറുത്ത് അവരെ മിണ്ടാതിരിക്കുകയും അങ്ങനെ ഒഴിവാക്കുകയൊക്കെ ചെയ്യും. അപ്പം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയില്ല. ഞാൻ ക്ഷമിക്കും. ഞാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അവരോട് പോയി സംസാരിക്കുകയും അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ഞാൻ ചെയ്യും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനം. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും.
വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയും. ആത്മാ മരിയ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ മകൾക്ക് ഒരൊറ്റ വാക്കിൽ ഉടമ്പടിയെ ഒതുക്കുന്നത് എങ്ങനെയാണ്? ഈശോ പറയുന്നു, എനിക്ക് നിന്നെ അറിയാം, നീ എൻ്റേതാണ് എന്നുള്ളൊരു വലിയ വാഗ്ദാനമാണ് ഈശോ ഈ മകൾക്ക് നൽകിയിരിക്കുന്നത്. ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ ഫ്യൂച്ചർ എവിടേക്കാണ് എന്നുള്ളൊരു അൺസർട്ടനിറ്റി സ്റ്റേജിലാണ് ഈ മകൾ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. നല്ല ആധ്യാത്മികരായ മിഷണറീസായ മാതാപിതാക്കളുടെ ഒരു നല്ല മകളാണ്. പക്ഷേ തൻ്റെ തന്നെ സ്വയം ഉടമ്പടിയിലാണ് ഒരു തീരുമാനമെടുക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം. അങ്ങനെ ഈ മകൾക്ക് മാസ്റ്റേഴ്സ് ഇൻ ലോ ഒരു നല്ല ഹൈലി റിപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഈ മകൾക്ക് അഡ്മിഷൻ കിട്ടാനുണ്ടായ ഒരു സാധ്യതയെക്കുറിച്ച് മകൾ ഏറ്റുപറയുകയായിരുന്നു. അത് അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെ ഈസി ആയുള്ള കാര്യമല്ല. പക്ഷേ ഉടമ്പടിയായിരുന്നു ഈ മകളുടെ ഏറ്റവും വലിയ ഉറപ്പ്. കാരണം ഞാൻ ഉടമ്പടിയിലാണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് എനിക്ക് നൽകാൻ അത്രമാത്രം സ്നേഹവും ആത്മബന്ധവും ഈശോയോടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാനും ആ ഒരു വലിയ സാധ്യത മാസ്റ്റേഴ്സ് ഇൻ ലോ ഒരു നല്ല റോട്ടർഡാം യൂണിവേഴ്സിറ്റിയിൽ ആ മകൾക്ക് ലഭിച്ചതെന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തൻ്റെ ജീവിതത്തിലെ കുടുംബത്തിലെ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു വീടിൻ്റെ ജപ്തിയായിരുന്നു. 40 ലക്ഷം രൂപയുടെ ഒരു ജപ്തി വന്നത്. അത് അടച്ചു തീർക്കാനുള്ള യാതൊരു സാധ്യതകളും ഇല്ലായിരുന്നു. പക്ഷേ ഈശോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ വീട് തിരിച്ചു തരും എന്നുള്ളൊരു ഉറപ്പ് ഈ മകൾക്ക് ലഭിച്ചത് ഉടമ്പടിയാണ്. കാരണം അവർക്കൊരു ആൻസെസ്ട്രൽ കേസ് ഉണ്ടായിരുന്നത്, അത് 30 വർഷമായിട്ടുണ്ടായിരുന്ന ആ കേസ് ഒത്തുതീർപ്പാകുവാനും ആ വിധി വന്നപ്പോൾ അവർക്ക് ആവശ്യമായ ആ പണം ജപ്തിയിൽ നിന്ന് മോചനം നേടുവാനും ലഭിച്ചതായിട്ടാണ് ഈ മകൾ ഏറ്റു പറയുന്നത്. നമ്മുടെ എത്ര തന്നെ വലിയ ജീവിത പ്രതിസന്ധികളായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോ എൻ്റെ കൂടെയുണ്ട്. എനിക്ക് ഈശോ ആണ് എൻ്റെ ഏറ്റവും വലിയ, എനിക്ക് എത്ര തന്നെ ഡിഗ്രിയും ക്വാളിഫിക്കേഷനും ഉണ്ടായാലും ഈശോ ഇല്ലാതെ എനിക്കൊന്നും നടക്കുകയില്ല. ഈശോ ആണ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷ എന്ന് ഏറ്റുപറയുന്ന എല്ലാ നിമിഷങ്ങളിലും നമുക്ക് ജീവിതം ധന്യമാവുകയാണ്. ആത്മമരിയയ്ക്കും അത് തന്നെയാണ് പറയാനുള്ള. എൻ്റെ മുന്നോട്ടുള്ള പഠനത്തിലും ജീവിതത്തിലും ഭാവിയിലും എല്ലാം ഈശോ തന്നെയാണ് എൻ്റെ ഹീറോ എന്ന് മകൾ ഏറ്റുപറയുകയാണ്. ആത്മമരിയയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ല